ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂൾ തേവർവട്ടം ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സമൃദ്ധം പോഷക സമൃദ്ധം പരിപാടിക്ക് തുടക്കം കുറിച്ചു. ചേർത്തല DO ബഹുമാനപ്പെട്ട പ്രതീഷ് KS ഉദ്ഘാടനം ചെയ്തു. കൺവീനർ സംഗീത ടീച്ചറിൻ്റെ നേതൃത്വത്തിൽ സീഡ് പ്രവർത്തകർ, ഹെൽത്ത് ക്ലബ്ബ്, നേച്ചർ ക്ലബ്ബ് എന്നിവർ ചേർന്നാണ് ഇതിന് തുടക്കം കുറിച്ചത്. പിന്നെ എക്സർസൈസ് ചെയ്യാം, പിന്നെ ഈ പറഞ്ഞ മാതിരി നമ്മുടെ നന്നായി വെള്ളം കുടിക്കണം. ഇതൊക്കെ ഇല്ലാത്തത് കൊണ്ടാണ് പല രോഗങ്ങളും നമുക്ക് വരുന്നത്, ജീവിതശൈലി രോഗങ്ങൾ നമ്മൾ അക്വയർ ചെയ്യുന്നത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ സ്കൂൾ വളരെ ശ്രദ്ധ കൊടുക്കുന്നുണ്ടെന്നും അത് നമ്മുടെ കുട്ടികളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്നും അറിയാൻ കഴിഞ്ഞു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അധ്യാപകർക്ക് പ്രത്യേക അനുമോദനങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇത്തരം കാര്യങ്ങൾ നനച്ചു വെച്ച പയർമണികൾ മെല്ലെ പച്ചമണ്ണിലേക്ക് വിതറുന്നു. നനവുള്ള മണ്ണിൽ പയർമണികൾ പെട്ടെന്ന് മുളച്ചു പൊന്തും. നനവ് അധികമാകാൻ പാടില്ല. വെള്ളവും മണ്ണും ചേർന്ന് ഒരു നേരിയ പതുപതുപ്പ് നല്ലതാണ്. ഒരു ചെറിയ ബേസനോ പാത്രമോ ആകാം. ടിഷ്യൂ പേപ്പറിലും മുളപ്പിച്ചെടുക്കാം, നെറ്റ് കെട്ടിയും മുളപ്പിച്ചെടുക്കാം. അങ്ങനെയാകുമ്പോൾ വേരോടുകൂടി ഉപയോഗിക്കുകയും ചെയ്യാം. മണ്ണിലാണ് നടുന്നതെങ്കിൽ വളർന്നു വരുമ്പോൾ 4-5 ഇഞ്ച് ആകുമ്പോഴേക്ക് മുറിച്ചെടുത്ത് ഉപയോഗിക്കാം. മൈക്രോഗ്രെയിൻസ് എന്നാണ് ഇതിന് പറയുക. ധാരാളം പോഷകങ്ങൾ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. രക്തത്തിലെ അയണിൻ്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിന് വളരെ ഉത്തമമാണ്. ചിലത് നന്നായി വളർന്നിട്ടുണ്ട്. അരയന്നപ്പിട പോലെ ചുണ്ടുകൾ പുറത്തേക്ക് നീട്ടി തങ്ങൾക്കും ഈ ലോകത്ത് ജീവിക്കാൻ അവകാശമുണ്ട് എന്ന പോലെ പുറത്തേക്ക് വരുന്നു. മൂർച്ചയുള്ള കത്തി കൊണ്ടോ കത്രിക കൊണ്ടോ അരിഞ്ഞെടുക്കാൻ പാകത്തിന് പാത്രത്തിൽ വളർന്നു കഴിഞ്ഞു. PTA പ്രസിഡന്റ് പയർ ചെടികളെ മെല്ലെ അരിഞ്ഞെടുക്കുന്നു. HM ഇൻചാർജ് ശ്രീമതി ഫൗസി ടീച്ചറും ഈ പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നു. PTA മെമ്പർ ശ്രീമതി ഭവ്യ ആ പയർ ചെടികളെ മുറിച്ചെടുക്കുന്നു. കൺവീനറും കുട്ടികളും മെമ്പർമാരും സ്റ്റാഫും എല്ലാവരും ചേർന്ന് അരിഞ്ഞെടുത്ത ചെടികൾ പാത്രത്തിലേക്ക് വയ്ക്കുന്നു. കുട്ടികൾ വളരെ ഉത്സാഹഭരിതരാണ്. അവർക്ക് ഇത് ഒരു ഉത്സവമാണ്. പുത്തനുണർവിൻ്റെയും ഇടമാണ് എന്നും വിദ്യാലയം. ഇനി പാചകപ്പുരയിലാണ് പ്രധാന ജോലി. മുറിച്ചെടുത്ത ചെടികൾ വലിയ പാത്രത്തിലിട്ട് നന്നായി കഴുകുന്നു. കിച്ചണിലെ ചേച്ചിമാരായ ജ്യോതി ചേച്ചിയും ലളിതാമ്മയും വളരെ ശ്രദ്ധാപൂർവമാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്. കഴുകിത്തോർന്ന ഇലകൾ മൂർച്ചയുള്ള കത്തി കൊണ്ട് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കുകയാണ് അടുത്ത ജോലി. ക്ലബിലെ പ്രവർത്തകരും ഇതിന് സഹായിക്കുന്നുണ്ട്. ഇതൊരു പുതിയ അറിവാണ് അവർക്ക്. ഒന്നുകൂടി കഴുകിയാണ് ടീച്ചർ അത് അരിയാൻ തുടങ്ങുന്നത്. കത്തി കൊണ്ട് ഇങ്ങനെ മെല്ലെ ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി അരിയുക. ആഴ്ചയിൽ ഒരിക്കലെങ്കിലും മൈക്രോഗ്രെയിൻസ് ഉപയോഗിച്ച് ആഹാരം പാചകം ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇത് കുട്ടികൾക്കും മുതിർന്നവർക്കും വളരെ നല്ല ഒരു ആഹാരമാണ്. അരിഞ്ഞു വെച്ച ഇലകൾ തോരൻ കറിയിലേക്കോ മറ്റ് പച്ചക്കറികളിലേക്കോ മെല്ലെ വിതറി കൊടുക്കുക. കറിയുടെ മുകളിലേക്ക് മെല്ലെ മെല്ലെ പയർത്തരികൾ, ഇലകൾ, തണ്ടുകൾ വീഴുന്നു. അതിനുശേഷം തവി കൊണ്ട്
നന്നായി ഇളക്കുക. ചൂട് തട്ടി ആ പച്ച ഇലകൾ വാടി കറിയോട് ചേർന്ന് ചേരുവകൾ എല്ലാം ഒരുമിച്ച് ഉപ്പും മഞ്ഞളും മുളകും പച്ചക്കറിക്കൂട്ടും എല്ലാം ചേർന്ന് രുചിയുള്ള കറിയായി തീരുന്നു. മിച്ചം വന്ന ഇല ഒരു തരിമ്പും കളയാതെ കറിയിലേക്ക് ഇട്ട് ഒന്നുകൂടി ഇളക്കാവുന്നതാണ്. നന്നായി ഇളക്കി എല്ലാ വശങ്ങളിലേക്കും തവി ഓടിക്കഴിയുമ്പോൾ കറി ഏകദേശം പാകമായി എന്ന് മനസ്സിലാക്കാം. നല്ല ആവി പറക്കുമ്പോൾ തന്നെ കറിയുടെ രുചി മനസ്സിലാക്കാവുന്നതാണ്. നല്ല രുചിയുണ്ട്, കൊള്ളാം. ടീച്ചർ ഇനി കറി വിളമ്പാൻ തുടങ്ങുകയാണ്. അതാ കുട്ടികൾക്ക് അവരുടെ പാത്രങ്ങളിലേക്ക് കറിക്കൂട്ട് മെല്ലെ മെല്ലെ ഇട്ട് കൊടുക്കുന്നു. വളരെ സന്തോഷത്തോടു കൂടിയാണ് കുട്ടികൾ അതെല്ലാം ഏറ്റുവാങ്ങുന്നത്. ചെറിയ കുട്ടികൾ മുതൽ മുതിർന്ന കുട്ടികൾ വരെ വളരെ സന്തോഷത്തോടു കൂടി കറി ഏറ്റുവാങ്ങുന്നു. ഇത് കുട്ടികൾക്ക് പുതിയൊരു അനുഭവമാണ്. പോഷക ഗുണമുള്ള ഈ കറിക്കൂട്ട് തേജസ്സിനും ഉന്മേഷത്തിനും വളർച്ചയ്ക്കും ഉത്സാഹത്തിനും ഒക്കെ വളരെ നല്ലതാണ്. കുട്ടികൾ സന്തോഷത്തോടുകൂടി കറിക്കൂട്ട് വാങ്ങി കഴിക്കുകയാണ്. ഇതുപോലുള്ള കറികൾ മൈക്രോഗ്രീൻസ് ഇലകൾ ചേർത്ത് കുട്ടികൾക്ക് കൊടുക്കുന്നത് അവരുടെ ആരോഗ്യത്തിനും ഉന്മേഷത്തിനും ഏറ്റവും ഉത്തമമാണ്. എല്ലാ സ്കൂളുകളിലും വീടുകളിലും മൈക്രോഗ്രീൻസ് ഉപയോഗിച്ച് കറിക്കൂട്ടുകൾ ഉണ്ടാക്കട്ടെ.